സാറേ, ഇത് സാറിനുള്ളതാ. ഇതെന്താ സ്വർണ്ണമതിലോ? ഇതൊക്കെ എന്തിനാച്ചാ? എന്താ സുദേവ, കുട്ടികൾ അടുത്തു വരുന്നു, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ വിഷുവിന് ചടങ്ങ്. അല്ലാതെ പിന്നെ ഇതൊക്കെ ഇത് ഞങ്ങളെല്ലാം കൂടി എടുത്ത് തീരുമാനാ സാറേ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. വാങ്ങിക്ക് സാറേ. ആന്റി അടുത്ത് പറയാം, നിനക്കൊക്കെ ശരിയാക്കി തരാം. സ്വർണം വില കൂടിയ സാരി. എന്തേ വിജയ്, താഴെ എന്താ നടക്കുന്നേ? അതെ, ഞാനൊന്നിരുന്നോട്ടെ. വിജയേട്ടൻ എന്താ അതിന്റെ ഇടയിൽ ചെന്ന് കേറിയോ? അതോ ഏട്ടൻ എന്തെങ്കിലും ചെയ്തോ? എന്നാരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ താഴെ നടക്കുന്നതേ തൃശ്ശൂർ പൂരമാ, തൃശ്ശൂർ പൂരം. നീ കാര്യം എന്താന്ന് പറ. എന്റെ ആന്റി, അളിയൻ അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. വിഷു നമ്മുടെ കയ്യിൽ നിന്ന് പോയി, വിഷു അവര് തൂക്കി. ഈ നേരമായിട്ടും എനിക്ക് വിഷുവിനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല. ഓ, അതാ ഇപ്പൊ വലിയ കാര്യം. പിന്നെന്താ അവിടെ സംഭവിച്ചേ? ആന്റി, നമ്മൾ വിചാരിച്ചത് എന്താ, കൈനീട്ട കൊടുക്കാൻ വരുമ്പോ അവര് 10ഓ 50ഓ വച്ച് കൊടുക്കുമെന്നല്ലേ? പക്ഷെ അതല്ല, അളിയനിടാനുള്ള സ്വർണ്ണമോതിരം വരെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണമോതിരോ? അവരോ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പില് ഭാര്യയുടെ വീട്ടുകാരെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്തതായിരിക്കും. അത് ശരിയായിരിക്കും മമ്മി.